أعوذ بالله من الشيطان الرجيم. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا وكلا ضربنا له الأمثال وكلا تبرنا تتبيرا ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 34 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. 35 മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മക്കായിലുണ്ടായിരുന്ന ജനങ്ങൾ എത്ര ആത്മാർത്ഥമായി ഇസ്ലാമിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയിട്ടും അവരാരും ആ സന്മാർഗത്തിലേക്ക് അവരിൽ മഹാഭൂരിഭാഗവും വരാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പല പരിഹാസങ്ങളും കുത്തുവാക്കുകളും പീഡനങ്ങളും നിഷേധാവർത്തമാനങ്ങളും എല്ലാമാണല്ലോ അവരിൽ നിന്ന് പ്രതികരണമായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് ഉണർത്തുന്നുണ്ട്, നബിയെ, ഇതൊന്നും ഒരു പുത്തരിയല്ല, അഥവാ ഒരു പുതുമയുള്ള കാര്യമല്ല. മുൻ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അവരുടെ ജനതയും ഇതൊക്കെ ചെയ്തവരാണ്. അവരും അവരുടെയൊക്കെ പ്രവാചകന്മാരെ നിഷേധിക്കുകയും കളവാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാശ്വസിപ്പിക്കുന്ന നിലക്ക് തന്നെയാണ് ഇനി നമുക്ക് കേൾക്കുവാനുള്ള ആയത്തുകളിലും അള്ളാഹു വിഷയങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? വലഖദ് ആതൈനാ മൂസൽ കിതാബ. വലഖദ് ആതൈന, അവിടെ തീർച്ചയായും അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് വളരെ ശക്തമായ നിലക്ക് തന്നെ പറയാണ്. അവിടെ വലഖദ് എന്നുള്ളിടത്ത് വല്ലാഹി ലഖദ് എന്നവിടെ നമുക്ക് സങ്കല്പിക്കാം. അതായത് തീർച്ചയായും അല്ലാഹനെ തന്നെയാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറയാണ്. എന്ത്? തീർച്ചയായും ആതൈന, നാം നൽകിയിട്ടുണ്ട് മൂസാക്ക് നാം നൽകി.
അൽ കിതാബ വേദഗ്രന്ഥം നൽകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. തീർന്നില്ല. വജഅൽനാ അഖാഹു ഹാറൂന വസീറ. വജഅൽനാ മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ നാം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ നാം ആക്കുകയും നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തു. ജഅല നമുക്കറിയാവുന്ന പദമാണ്. മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ. ആരെ? ഹാറൂന, ഹാറൂനിനെ. അദ്ദേഹം ആരാണ്? വജഅൽനാ മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ നാം ആക്കുകയും ചെയ്തു. അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂന, ഹാറൂനിനെ വസീറ, വസീറ, ഒരു സഹായിയായിക്കൊണ്ട് നിശ്ചയിക്കുകയും ചെയ്തു, സഹായകനായിക്കൊണ്ട് നിശ്ചയിക്കുകയും ചെയ്തു. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവും പിതാവും ഒത്ത സഹോദരൻ തന്നെയാണ്. ശരിക്കുമുള്ള ബ്രദറാണ്, സഹോദരനാണ് ആര്? ഹാറൂൻ നബി അലൈഹിസ്സലാം. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയതിന്റെ ഫലം കൂടിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരു സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടി തേടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഹാറൂനിന് വേണ്ടി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഫറോവയുടെ അടുത്തേക്ക് ഇസ്ലാമികമായ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറയുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ ചെയ്യുന്നുണ്ട്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. മൂസാ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് തേടിയിട്ടുണ്ട്. അതിൽ മാനസികമായ ആശ്വാസത്തിന് വേണ്ടി, നല്ല മനസ്സിന്റെ കെട്ടുറപ്പിന് വേണ്ടി, സ്ഫുടമായി സംസാരിക്കുവാനുള്ള കഴിവ് കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ആ തേടിയ കൂട്ടത്തിൽ ഒരു തേട്ടമായിരുന്നു എന്ത്? വജ്അല്ലി, നീ എനിക്ക് നിശ്ചയിച്ചു തരണേ അല്ലാ, വസീറം മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു സഹായിയെ നീ എനിക്ക് നിശ്ചയിച്ചു തരണം. എന്നിട്ട് പേരെടുത്തു പറഞ്ഞു, ഞാൻ വേറെ ആരെയല്ല ഉദ്ദേശിക്കുന്നത്, ഹാറൂന അഖി, എന്റെ സഹോദരനായ ഹാറൂനിനെ നീ എന്റെ കൂടെ അയച്ചു തരണം. ഹാറൂൻ മുഖേന എന്റെ കാര്യത്തെ നീ ശക്തിപ്പെടുത്തി തരണം. എന്റെ കാര്യത്തിൽ അദ്ദേഹവും കൂടി ഒരു പാർട്ട്ണറായിക്കൊണ്ട്, ഈ ദഅവത്തിന്റെ കാര്യത്തിൽ എന്റെ കൂടെ ഒരു സഹായിയായി, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരാളായിക്കൊണ്ട് ഹാറൂനിനെ നീ എനിക്ക് സഹായിയായി നിശ്ചയിച്ച് തരണമെന്ന് ഹാറൂൻ എന്ന തന്റെ സഹോദരന് വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുകയാണ്. അള്ളാഹു തആല ഉത്തരം കൊടുത്തു. അങ്ങനെ ഹാറൂൻ നബി ആയി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അള്ളാഹു തആല ഒരു സഹായിയായി ഹാറൂനിനെയും നിശ്ചയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സഹോദരന് വേണ്ടി മറ്റൊരു സഹോദരൻ തേടാവുന്ന ഏറ്റവും വലിയ പദവി, ആ പദവിക്ക് വേണ്ടിയാണ് ഇവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തേടിയത്. അത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ രണ്ടാളെയും അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? വലഖദ് ആതൈനാ, നാം തീർച്ചയായും നാം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പലപ്പോഴും സത്യമിട്ട് പറയലും ഇങ്ങനെ ശക്തിപ്പെടുത്തി പറയലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ, ഇത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ പറയും. അപ്പൊ വളരെ ഗൗരവത്തോടെ പറയാണ്. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേദഗ്രന്ഥം കൊടുത്തു. വജഅൽനാ മഅഹു, അദ്ദേഹത്തോടൊപ്പം നിശ്ചയിക്കുകയും ചെയ്തു, അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂന, ഹാറൂനിനെ വസീറ, ഒരു സഹായിയായി നാം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടോ فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَدَمَّرْنَاهُمْ تَدْمِيرًا. അല്ലാഹു പറയാണ് ഫഖുൽന, എന്നിട്ട് നാം പറയുകയും ചെയ്തു. എന്നിട്ട് നാം പറഞ്ഞു, അവരോട്, രണ്ടാളോടും പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഇദ്ഹബാ, ഒരാളോട് പറയുമ്പോൾ ഇദ്ഹബ് എന്നാണ് പറയുക ഭാഷയിൽ. ദഹബ യദ്ഹബു, അതിന്റെ കൽപ്പനാക്രിയ ഇദ്ഹബ്. രണ്ടാളോട് പറയുമ്പോൾ ഇദ്ഹബാ, ഇദ്ഹബാ നിങ്ങൾ പോകുവീൻ, രണ്ടാളും പോകുവീൻ, ഇലൽ ഖൗം ഒരു ജനതയുടെ അടുത്തേക്ക്. ആ ജനതയുടെ അടുത്തേക്ക് നിങ്ങൾ പോകൂ. ആരാണ് ആ ജനത? അല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയ ആ ജനതയുടെ അടുത്തേക്ക്. ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇവരിപ്പോ ഇതിന് വ്യാജമാക്കാൻ മൂസാ നബിയും ഹാറൂൻ നബിയും പോയിട്ട് ദഅവത്ത് തുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ വ്യാജമാക്കിയ ജനതയിലേക്ക് എന്ന് പറയാ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാം അവരുടെ ഭാവി എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് അങ്ങനെ പറയുന്നത്. അവരിൽ നിന്നൊരു പ്രതീക്ഷിക്കാനൊന്നുമില്ല, അവരോട് ഒരു കളവാക്കും. അതുകൊണ്ട് ആ കളവാക്കിയ ജനതയുടെ അടുത്തേക്ക്, അതാരാ? ഫിർഔനും അവന്റെ ആളുകളും. അപ്പൊ ഫറോവയും അവരാണല്ലോ ബനൂ ഇസ്രായേലരെ പീഡിപ്പിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടുന്നത്. താനാണ് ആരാധ്യനെന്നും ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായിട്ട് എനിക്കറിയില്ല എന്നുമൊക്കെ വീമ്പിളക്കി വലിയ രൂപത്തിൽ അഹങ്കാരത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോക്കിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹു മൂസാ നബിയെയും ഹാറൂൻ നബിയെയും പറഞ്ഞയക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാളും മിനൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിനാ, കദ്ദബൂ അവരാരാണ്? അല്ലദീന കദ്ദബൂ, വ്യാജമാക്കിയവരാണ്, ബിആയാതിനാ നമ്മുടെ ആയത്തുകളെ. അപ്പൊ ഇതിലൂടെ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം നബിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ഇങ്ങനെ മൂസാ നബിയും ഹാറൂൻ നബിയും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരാണ്. അവര് ഫറോവയുടെയും അവന്റെ ആളുകളുടെയും അടുക്കലേക്ക് ദഅവത്തിന് പോയി, എന്നിട്ട് അവര് കളവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ രണ്ട് പ്രവാചകന്മാരും ഫറോവയെ സമീപിച്ചു. കാര്യങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി, കാരണം അള്ളാന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവനോട് ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കണം. അവൻ ധിക്കാരിയാണെങ്കിലും നിങ്ങൾ വളരെ നസീഹത്തോടെ, അവൻ ഒരുപക്ഷെ നന്നായെങ്കിലോ, അവന് പേടി തോന്നിയിട്ട് അവൻ നല്ല മാർഗത്തിലേക്ക് വന്നെങ്കിലോ എന്നൊക്കെയുള്ള ഗുണപ്രതീക്ഷയോടെ ഗുണകാംക്ഷയോടെ ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ അവനോട് ഏറ്റവും മെച്ചപ്പെട്ട ശൈലിയിൽ സംസാരിക്കണം എന്നൊക്കെ അള്ളാന്റെ കൽപ്പന ഉണ്ടല്ലോ. ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, വളരെ നേർമയോടെ നല്ല നിലക്ക് സംസാരിക്കണം അവനോട്. അവൻ സ്വേച്ഛാധിപതിയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നന്നായേക്കാം, ലഅല്ലഹു യതദക്കറു, അവൻ ചിന്തിച്ചേക്കാം, ഔ യഖ്ശാ, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം എന്നൊക്കെയാണല്ലോ അള്ളാഹ് കൊടുത്ത ഉപദേശം. അപ്പൊ അത് ഒരു ദഅവത്തിന് പോകുന്നയാളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന മര്യാദ അവിടെ അള്ളാഹു അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിനെ അറിയാവുന്ന നന്നാഹുല എന്നുള്ളത്. പക്ഷെ ഒരു ദഅവത്തിന് പോകുന്ന ഒരു പ്രവാചകൻ, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരേക്കും പ്രബോധനം നടത്തുന്ന ആരായിരുന്നാലും വളരെ മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടതെന്നും ആ രൂപത്തിൽ അവരിൽ നിന്ന് ഒരു നന്മയുണ്ടാകട്ടെ, അവർ ഭയപ്പെട്ടെങ്കിലോ ചിന്തിച്ചെങ്കിലോ എന്നൊക്കെയുള്ള ആ നിലക്കുള്ള നസീഹത്തോടെ ഗുണകാംക്ഷാ മനസ്ഥിതിയോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു പാഠം കൂടി അതിലൂടെ പകർന്ന് നൽകപ്പെട്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇവിടെ വിശുദ്ധ ഖുർആൻ ഇത്രേ പറഞ്ഞുള്ളൂ, അവരിലേക്ക് പോവുക എന്ന്. അപ്പൊ പിന്നെ ബാക്കി നമ്മൾക്ക് മനസ്സിലാക്കാം. അവർ രണ്ടാളും വിശുദ്ധ ഖുർആനിന്റെ മറ്റു സ്ഥലങ്ങളിലുള്ള പ്രതിപാദനങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാമെന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ ഈ കൽപ്പന പ്രകാരം ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈ രണ്ട് പ്രവാചകന്മാരും ഫറോവയുടെ അടുത്തു പോയി അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അവർ കളവാക്കി. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കളവാക്കുകയാണ് ഉണ്ടായത്, അംഗീകരിച്ചില്ല. അവന്റെ അഹങ്കാരം, സത്യം അംഗീകരിക്കാൻ അവന്റെ മനസ്സ് അവൻ അനുവദിച്ചില്ല. തുടർന്ന് എന്താ ഉണ്ടായത്? അതാണ് ഇനി അള്ളാഹു പറയുന്നത്. ഫദമ്മർനാഹും തദ്മീറാ. ദമ്മറ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ്. പാടെ തകർത്ത് നശിപ്പിക്കണിനാണ് എന്ത് പറയാ? ദമ്മറ. നമ്മൾ ചില പ്രാർത്ഥനകളിലൊക്കെ കേൾക്കാറില്ലേ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക അഅദാ അദ്ദീൻ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിനോട് എന്നും കുടിപ്പകയും മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുവാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത അത്തരത്തിലുള്ള ശത്രുക്കളെ നീ പാടെ തകർത്ത് തരിപ്പണമാക്കണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ?
ദമ്മിർ, അല്ലാഹുവേ നീ തകർത്ത് തരിപ്പണമാക്കണേ, അഅദാ അക്ക നിന്റെ ശത്രുക്കളെ, അഅദാ അദ്ദീൻ ദീനിന്റെ ശത്രുക്കളെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ ദമ്മറ എന്ന് പറഞ്ഞാൽ പാടെ തകർത്ത് നശിപ്പിച്ചു എന്നാണ്. അള്ളാഹു പറയാണ് ഇവര് വ്യാജമാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടേതായ എല്ലാ അർത്ഥത്തിലും അവർ വ്യാജമാക്കിയെന്ന് മാത്രമല്ല, മൂസ അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അറുകൊല നടത്തുകയും പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. അല്ലാഹു തആല എന്ത് ചെയ്തു? ഫദമ്മർനാഹും, നാം അവരെ പാടെ തകർത്ത് നശിപ്പിച്ചു. തദ്മീറ, ഒരു നശിപ്പിക്കൽ. കണ്ടോ, അതിന്റെ ഗൗരവം കൂട്ടാനാണ് ആ പ്രയോഗം. അറബി ഭാഷയിൽ നമുക്ക് കാണാം ലറബത്തു ലർബൻ, ഞാനൊരു അടി അങ്ങ് അടിച്ചു. നമ്മൾ മലയാളത്തിലും പറയല്ലേ ഞാൻ ഒരൊറ്റ അടി അങ്ങ് അടിച്ചു എന്ന് പറയില്ലേ? അതെന്തിനാ? ഞാൻ അവനെ അടിച്ചു എന്ന് പറയുന്നതും ഒരൊറ്റ അടി അങ്ങ് അടിച്ചു എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ ഭാഷയിലെ കേൾവിക്കാരിൽ വ്യത്യസ്ത സ്വാധീനമാണ് ഉണ്ടാക്കുക. ഒന്ന്, അവനക്കൊരു അടി ഇട്ടീന്നേ വരുള്ളൂ. രണ്ടാമത്തതോ കാനത്തിലുള്ള അടിയ കൊടുത്തത് എന്നാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം. ഇവിടെ അള്ളാഹു പറയുന്നത് നോക്കൂ, ഫദമ്മർനാഹും തദ്മീറ, നാം അവരെ ഒരു തകർത്ത് നശിപ്പിക്കൽ, തകർത്ത് നശിപ്പിച്ചു എന്നാണ്. നമുക്കറിയാം അവനെ സമുദ്രത്തിൽ അവനെയും അവന്റെ അണികളെയും മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ശരി, അപ്പൊ സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബിയെയും ജനങ്ങൾ കളവാക്കി. അവർ നിയോഗിക്കപ്പെട്ടത് ഫറോവയുടെയും അവന്റെ ജനതയുടെയും അടുക്കലേക്കായിരുന്നു. അവർ കളവാക്കി, അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വിശ്വാസികൾ മാത്രം രക്ഷപ്പെട്ടു, മറുകര കടന്നു. അതേപോലെ തന്നെ വഖൗമ നൂഹിൻ ലമ്മാ കസ്സബുർ റുസുല അഗ്റഖ്നാഹും വജഅൽനാഹും ലിന്നാസി ആയ വഅഅ്തദ്നാ ലിൽളാലിമീന അദാബൻ അലീമാ. കേട്ടോ, വഖൗമ നൂഹിൻ, നൂഹിന്റെ ജനങ്ങളെയും തന്നെ അവരെ നശിപ്പിച്ചു എന്നർത്ഥം. വഖൗമ നൂഹിൻ, നൂഹിന്റെ ജനങ്ങളെയും. എപ്പോൾ? വെറുതെ അള്ളാഹ് നശിപ്പിച്ചതല്ല. ലമ്മാ കസ്സബൂ അർ-റുസുല ചേർത്ത് വായിക്കുമ്പോ ലമ്മാ കസ്സബുർ റുസുല, അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ, അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ. കണ്ടോ, അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നൂഹിന്റെ ജനത റസൂലുകളെ എങ്ങനെയാ കളവാക്കുക? ഒരു റസൂലല്ലേ ഉള്ളൂ, നൂഹ് അലൈഹിസ്സലാം എന്ന ഒരു റസൂലിനെ കളവാക്കി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ റസൂലുകളെ കളവാക്കി എന്ന് പറയുന്നത്? അതിലൊരു തത്വമുണ്ട്. ഇസ്ലാമിൽ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ഏതൊരു പ്രവാചകനിൽ ആരെങ്കിലും ഒരു പ്രവാചകനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിച്ചവന് തുല്യമാണ്. ഒരാളെ നിഷേധിച്ചാൽ തന്നെ എല്ലാവരെയും നിഷേധിച്ചവനെ പോലെയാണ്. അപ്പൊ ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നൂഹ് നബിയെയാണ് കളവാക്കിയത്. അതുകൊണ്ട് അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കസ്സബുർ റുസുല, പ്രവാചകന്മാരെ അവർ കളവാക്കി. അവ എല്ലാവരെയും തള്ളിക്കൊള്ളണമെന്നില്ല. ഒരാളെ തള്ളിയാൽ തന്നെ മുഴുവൻ പ്രവാചകന്മാരെയും തള്ളിയവനെ പോലെയാണ്. നിഷേധികളായിട്ട് ആ രൂപത്തിലാണ് അവരെ പരിഗണിക്കപ്പെടുന്നത്. അതുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അപ്പൊ നൂഹിന്റെ ജനതയെയും അല്ലാഹു തആല എന്തു പറയാണ്? ലമ്മാ കസ്സബൂ, അവർ കളവാക്കിയപ്പോൾ, അർ-റുസുല റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ, അഗ്റഖ്നാഹും, അഗ്റഖ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അഗ്റഖ മുക്കിക്കൊന്നു. അഗ്റഖ്നാ അല്ലാഹ് പറയാണ് നാം മുക്കി നശിപ്പിച്ചു. ഹും അവരെ നാം മുക്കി നശിപ്പിച്ചു. നമുക്കറിയാം, ആ ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. വമ്പിച്ച പ്രളയമുണ്ടായി. ഉപരിഭാഗത്ത് നിന്ന് വാനലോകത്തു നിന്ന് ആകാശത്തിന്റെ ഡോറുകൾ തുറക്കപ്പെടുമാറ് കുത്തിച്ചൊരിയുന്ന വെള്ളമാണ് പെയ്തിറങ്ങിയത്. ഭൂമിയിലതാ ഉറവകൾ പൊട്ടിയൊഴുകിയിട്ട് ശക്തമായി നിലക്കുള്ള ജലം ഭൂമിയിൽ നിന്നും പുറത്തേക്ക് ചീറ്റി. അങ്ങനെ ശക്തമായി നിലക്കുള്ള ജലപ്രളയം അവിടെ ഉണ്ടാവുകയാണ്. സത്യവിശ്വാസികളെ മാത്രം അല്ലാഹു തആല ഒരു കപ്പലിൽ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെ മുഴുവനുമായിട്ടങ്ങ് മുക്കിക്കൊന്നു. വജഅൽനാഹും ലിന്നാസി ആയതൻ. അങ്ങനെ അതിനെക്കുറിച്ച് അല്ലാഹു എന്താ പറയുന്നത്? വജഅൽനാഹും, നാം അവരെ ആക്കുകയും ചെയ്തു. ആരെ? ഈ നൂഹിന്റെ ജനതയെ. ലിന്നാസി, പിൽക്കാല ജനങ്ങൾക്ക് നാം ആക്കുകയും ചെയ്തു. ആയത്തൻ, ഒരു ദൃഷ്ടാന്തമാക്കി തീർക്കുകയും ചെയ്തു. കണ്ടോ, അല്ലാഹു തആല നൂഹ് നബിയുടെ ജനതയെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1-2 കൊല്ലമൊന്നുമല്ല ദഅവത്ത് നടത്തിയത്.
950 കൊല്ലം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകന് ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് അനുയായികളായി കിട്ടിയത്. അവരെ മാത്രം അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെയൊക്കെ തകർത്തെറിഞ്ഞു, മുക്കി നശിപ്പിച്ചു. ജനങ്ങൾക്കതൊരു ദൃഷ്ടാന്തമാണ്. എന്ത്? ആ ജനതയെ നശിപ്പിച്ച നാഥൻ തന്നെയാണ് ഇന്നുമുള്ളത്. ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് അല്ലാഹു തആല ഭൂമിയിൽ മൊത്തം ഒരു പ്രളയമുണ്ടാക്കി നശിപ്പിക്കാറില്ല. അവിടെവിടെയായി ചില ടെസ്റ്റ് ഡോസുകൾ, പ്രളയങ്ങൾ, മരണങ്ങൾ, നശിപ്പിക്കലുകൾ, തകർക്കലുകൾ, സുനാമികൾ, ഭൂകമ്പങ്ങൾ, അതുപോലെയുള്ള ശക്തമായ മറ്റുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളായിട്ടാണ് വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ അതിനെ കാണേണ്ടത്. എല്ലാവരും അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്. ശരി, അപ്പൊ ഇത്തരം ഒരു ജനതയെയും അല്ലാഹു തആല തകർത്ത് നശിപ്പിച്ചു കളഞ്ഞത് ഒരു ദൃഷ്ടാന്തമാക്കി തീർക്കുകയും ചെയ്തു. അതാണ് വജഅൽനാഹും ലിന്നാസി, അവരെ നാം ജനങ്ങൾക്ക് ആക്കുകയും ചെയ്തു. ആയത്തൻ, ഒരു ദൃഷ്ടാന്തമാക്കി. ആയത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ സൂക്തത്തിന് ആയത്ത് എന്ന് നമ്മൾ പറയും. അതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. അതുപോലെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, ഇപ്പൊ സൂര്യൻ ഒരു ആയത്താണ്, ചന്ദ്രൻ ആയത്താണ്. നിബിതങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല. അള്ളാഹു ഉണ്ട്, അള്ളാഹു മഹാനാണ് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ് സൂര്യചന്ദ്രന്മാരെന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം, ഒരു സംഭവം ഒരു ദൃഷ്ടാന്തമാക്കി നിലനിർത്തുക, അതാണ് ഇവിടെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയാണ്, നാം ഒരുക്കി തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. നാം ഒരുക്കി തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ആർക്ക്? ലില്ലാലിമീന, അക്രമകാരികൾക്ക്. അദാബൻ അലീമ, നോവേറിയ ശിക്ഷ. അദാബൻ എന്ന് പറഞ്ഞ ശിക്ഷ, അലീം എന്ന് പറഞ്ഞ അലമുൻ. അലമുൻ എന്ന അർത്ഥം പെയിൻ, വേദന എന്നാണ്. അലീം എന്ന് പറഞ്ഞ വമ്പിച്ച വേദനയേറിയ ശിക്ഷ നാം അക്രമികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടിയ ശിക്ഷ കൊണ്ടൊന്നും തീരൂലാന്ന്. ഭൗതിക ലോകത്ത് ഈ കിട്ടിയ ശിക്ഷ കൊണ്ടൊന്നും തീരൂല. അക്രമികൾക്ക് നോവേറിയ വേദനയേറിയ ശിക്ഷ വരാൻ പോകുന്നുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെവിടെ? അത് നരകം, അത് ജഹന്നമാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ജഹന്നം ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർന്നില്ല. ഇവരെ മാത്രമാണോ അള്ളാഹു നശിപ്പിച്ചത്? അല്ലെങ്കിൽ ഇവര് മാത്രമാണോ പ്രവാചകന്മാരെ കളവാക്കിയത്? അല്ല, തുടർന്നുകൊണ്ടും അള്ളാഹു പറയാണ്, വആദൻ വസമൂദ വഅസ്ഹാബർ റസ്സി വഖുറൂനം ബൈന ദാലിക കസീറാ. വആദൻ വസമൂദ, വആദൻ, ആദുകാരും, ആദിനെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ആദിനെയും നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവിടെ അർത്ഥം സങ്കല്പിക്കണം. വആദൻ, ആദിനെയും എന്നാണ് അർത്ഥം വരിക. അവിടെ നമ്മൾ സങ്കല്പിക്കേണ്ടത് എന്താണ്? നാം നശിപ്പിച്ചിട്ടുണ്ട്. ആദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട വിഭാഗമാണ് ആദ്. വഇലാ ആദിൻ അഖാഹും ഹൂദാ, അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പൊ ഹൂദ് നബിയുടെ ജനതയായ ആദുകാര്, ആദിനെയും നാം നശിപ്പിച്ചു. വസമൂദ, സമൂദിനെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. സമൂദ് എന്ന് പറഞ്ഞാൽ വൈലാ സമൂദ അഖാഹും സാലിഹാ, സമൂദിലേക്ക് അവരുടെ സഹോദരനായ സാലിഹിനെ നാം അയച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയായ സമൂദിനെയും നാം നശിപ്പിച്ചു. നമുക്കറിയാം, ആദ് ഗോത്രത്തെയും സമൂദ് ഗോത്രത്തെയൊക്കെ നശിപ്പിച്ചത് എങ്ങനെ? ആദിനെ നശിപ്പിച്ചത് ശക്തമായ 7 ദിവസം തുടർച്ചയായി നിലനിന്ന ശരശരേന്ന് അടിച്ചു വീശിയ കാറ്റാണ്. അതിലൂടെ തകർത്തെറിഞ്ഞതാണ്. ശക്തമായ ഒരു പ്രകമ്പനവും ഇടിത്തിയും മുഖേനയാണ് സമൂദ് നശിപ്പിക്കപ്പെട്ടത്. ശക്തമായൊരു ശബ്ദം, അങ്ങനെ അവർ തകർത്തെറിയപ്പെട്ടു. അവരൊക്കെ വലിയ മല്ലന്മാരായിരുന്നു. മക്കക്കാരോട് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുന്നത് എന്തിനാ? ഇവരൊക്കെ നിങ്ങളെ കാണാൻ ഊക്കന്മാരും ശക്തന്മാരും ഒക്കെ ആയിരുന്നു. അത്ര വലിയ അതികായന്മാർ, വലിയ ശക്തന്മാർ, മല്ലന്മാര് ഒക്കെ ആയിരുന്ന ആളുകളെ എനിക്ക് വലിപ്പേറിയിട്ടില്ല. അവരൊക്കെ നിഷേധിച്ചിട്ടുണ്ട്, അവരൊക്കെ ഞാൻ തകർത്തിട്ടുണ്ട്. അപ്പൊ സമൂദുകാരെയും സമൂദിനെയും നശിപ്പിച്ചിട്ടുണ്ട്. റസ്സിന്റെ ആളുകളെയും, റസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കിണർ എന്നാണ് അർത്ഥം. റസ് എന്താണ് ഇങ്ങനെ ഈ പേര് വരാൻ കാരണം?
ഇതേതാ ജനത? അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞാൽ റസ്സുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഫസ്സിരീങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഈ റസ്സുകാർ എന്ന് പറയുന്നത് അവരിലേക്ക് അയക്കപ്പെട്ട നബി ആരാണ്? ശുഐബ് നബിയാണ് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ശുഐബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വൈലാ മദിയന അഖാഹും ശുഐബ എന്നാണല്ലോ പറഞ്ഞത്. മദിയനിലേക്ക് അയക്കപ്പെട്ട നബിയാണ്. അപ്പോൾ ഒന്നിനും കൃത്യമായി നമുക്ക് ആരുടെ സമൂഹമാണത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതായിരുന്നാലും അവിടെ ഒരു നബി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ റസ് എന്നവർക്ക് പേര് വരാൻ കാരണം ആ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനെ അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു ആൾമറയില്ലാത്തൊരു കിണറ്റിൽ കൊണ്ടുപോയി മൂടി എന്നാണ് പറയപ്പെടുന്നത്. ആ പ്രവാചകനെ അവർ കൊന്നു എങ്ങനെ? ആൾമറയില്ലാത്ത കിണർ, ആ കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് മണ്ണിട്ട് മൂടി. അവരാണ് അസ്ഹാബുർ റസ്. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അതിന് അഭിപ്രായപ്പെട്ടത് അവര് പിന്നെ ആ കിണറിന്റെ സമീപത്ത് താമസിച്ചിരുന്ന ആളുകളായിരുന്നു എന്നഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അതായത് അങ്ങനെ പിന്നെ പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾ ആ കിണറിന്റെ സമീപത്ത് താമസക്കാരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ധിക്കാരികളായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും അവർ താമസിച്ചിരുന്ന കിണറും എല്ലാം കൂടിയാണ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അതാണ് അസ്ഹാബുർ റസ്, കിണറിന്റെ ആളുകൾ എന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും കൃത്യമായിട്ട് നമുക്ക് അല്ലാഹു തആല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തരാത്തിടത്തോളം ഇന്നതാണ് അതിലെ ശരി എന്ന് നമുക്ക് പറയാൻ കഴിയൂല. എന്തായിരുന്നാലും ഇങ്ങനൊരു വിഭാഗം ഉണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ തന്നെ പിന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ ഇടക്ക് ഇങ്ങനെ വേറെയും ഒരു ഭാഗം കുറേ തലമുറകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് വാസ്ഹാബർ റസ്സി, റസ്സുകാരെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. വരെ മാത്രമാണോ? വഖുറൂനം ബൈന ദാലിക കസീറാ, വഖുറൂനൻ അനേകം തലമുറകളെയും നാം നശിപ്പിച്ചു. വഖുറൂനൻ അനേകം തലമുറകളെയും നാം നശിപ്പിച്ചു. ഖുറൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നൂറ്റാണ്ടുകൾ എന്നാണ് അർത്ഥം. നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ജനങ്ങൾ. അപ്പം അനേക തലമുറയിലുള്ള ജനങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ബൈനദാലിക അതിനിടയിലായി, അഥവാ ഈ ആദിൻ്റെയും അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ ചരിത്രത്തിൻ്റെ അവരൊക്കെ വരവിൻ്റെ ഇടയിലായിക്കൊണ്ട് ധാരാളം തലമുറകളെ, നാട്ടുകാരെ അവരുടെ ധിക്കാരം മുഴുത്തപ്പോൾ നാം എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ അള്ളാഹു വെറുതെ നശിപ്പിച്ചതാണോ? റബ്ബിന് ഇവരോട് എന്തെങ്കിലും വേറെ വല്ല വിരോധം ഉണ്ടായിട്ട് നശിപ്പിച്ചതാണോ? അല്ല. അതാണ് തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നത്, വകുല്ലൻ ദറബ്നാ ലഹുൽ അംസാൽ വകുല്ലൻ തബ്ബർനാ തത്ബീറാ. വകുല്ലൻ ദറബ്നാ ലഹുൽ അംസാൽ, വകുല്ലൻ എല്ലാവർക്കും തന്നെ, അങ്ങനെ അർത്ഥം പറയാ. വകുല്ലൻ എല്ലാവർക്കും തന്നെ, ദറബ്നാ ലഹു നാം അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അൽ അംസാല ഉദാഹരണങ്ങൾ. എല്ലാവർക്കും നാം ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സമൂഹം, ഈ പറയപ്പെട്ട മേൽ പറയപ്പെട്ട എല്ലാ സമൂഹങ്ങളും അവർക്കൊക്കെ ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നബിമാര് വന്നു, എന്നിട്ട് അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദ് പഠിപ്പിച്ചു. ആ തൗഹീദ് മാത്രമാണ് ശരി, ശിർക്ക് തെറ്റാണ്, ശിർക്ക് നിഷ്പ്രയോജനമാണ്, അതുകൊണ്ടൊരു ഫലം നിങ്ങൾക്ക് കിട്ടൂല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു? ഉപമകളിലൂടെ പഠിപ്പിച്ചു കൊടുത്തു, ഉദാഹരണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു, വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാ മാർഗങ്ങളിലൂടെയും അവർക്ക് ഈ ആശയം മനസ്സിലാകുന്ന നിലക്ക് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരെന്താ ചെയ്തത്? അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് അവരുടെ വിഷയം. എല്ലാവർക്കും അല്ലാഹു തആല കാര്യങ്ങളൊക്കെ കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഓരോ സമൂഹത്തോടും അതിൻ്റെ മുമ്പുള്ള സമൂഹം ശിക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ കൺമുമ്പിലുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എന്ന് അവർക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടൊന്നും അവരത് ചെവിക്കൊണ്ടില്ല. അതാണ് അവർക്കുണ്ടായ കുഴപ്പം. അതുകൊണ്ടാണ് എന്തുണ്ടായത്? വകുല്ലൻ തബ്ബർനാ തത്ബീറാ. അങ്ങനെ വകുല്ലൻ എല്ലാവരെയും, അപ്പൊ എല്ലാവരും
എല്ലാവർക്കും ഇത് കിട്ടി, പക്ഷെ അവര് അത് അംഗീകരിച്ചില്ല, അവരത് നിരസിച്ചു കളഞ്ഞു. അതുകൊണ്ട് വകുല്ലൻ, ഇവിടെ എന്താ അർത്ഥം? വകുല്ലൻ, എല്ലാവരെയും തന്നെ തബ്ബർന, നാം നശിപ്പിച്ചു കളഞ്ഞു. തത്ബീറ, ദമ്മർനാഹും തദ്മീറ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു പ്രയോഗമാണ് തബ്ബർന തത്ബീറ. ഒരു നശിപ്പിക്കൽ, എല്ലാവരെയും നാം നശിപ്പിച്ചു. അപ്പൊ മുഴുവൻ ആളുകളെയും നശിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. പരിപൂർണമായ നശിപ്പിക്കൽ, ആരും ബാക്കിയില്ലാത്ത നിലക്ക് നശിപ്പിച്ചു. ഇവിടെ ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുതെന്ത് നല്ലവരെയും നശിപ്പിച്ചോ എന്നില്ല. ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ, നിഷേധികളെ മാത്രമാണ് നശിപ്പിക്കുന്നത്. അവരിലെ സത്യവിശ്വാസികളെ അള്ളാഹു അത്ഭുതകരമായ നിലക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെയാണ് തകർത്ത് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസികളും അതിൽ പെട്ടു നമ്മൾ വിചാരിക്കരുത്. വിശ്വാസികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ അതാത് കാലങ്ങളിൽ അള്ളാഹു എന്തിയിട്ടുണ്ട്, കഠിനമായ നിലക്ക് ശിക്ഷിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇതൊരു ഗുണപാഠമാണ്. ഇത് ആളുകൾ പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന നിലക്കാണ് പ്രത്യേകം അവരോട് ഓർമ്മപ്പെടുത്തുകയാണെന്ത്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ശാമിലേക്ക് കച്ചവടാവശ്യാർത്ഥമൊക്കെ പോകുമ്പോൾ അവരുടെ കൺമുമ്പിൽ എപ്പോഴും അവർ കണ്ടുകൊണ്ട് കടന്നു പോകുന്നൊരു പ്രദേശമാണ് സദൂം പ്രദേശം. സദൂം പ്രദേശം അത് ആരുടെ പ്രദേശമാ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട രാജ്യമാണ് സദൂം. ആ സദൂം നിവാസികൾ വലിയ പണക്കാരും എല്ലാ സൗകര്യങ്ങളും ഒക്കെയുള്ളവരായിരുന്നു. പക്ഷെ അവര് ശിർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ പുറമെ ലോകത്ത് ആദ്യമായി ഒരു നീചമായ പ്രവർത്തനത്തിന് അവർ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് മുമ്പ് ഒരാൾ ഈ പണി ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് അവർ ചെയ്തത്? അവർ അവരുടെ ലൈംഗികമായ ആവശ്യ നിവൃത്തിക്ക് വേണ്ടി, കാമപൂർത്തീകരണത്തിന് വേണ്ടി അവർ അള്ളാഹു വിഹിതമാക്കിയ സ്ത്രീകളെയല്ല അവർ തേടിയത്, മറിച്ച് അവർ പുരുഷന്മാരെയായിരുന്നു. സ്വവർഗരതിയുടെ തുടക്കം കുറിച്ച വിഭാഗമായിരുന്നു അവരെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു എത്ര ഗൗരവത്തോടുകൂടെയാണ് അവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അവർക്ക് മുമ്പ് ഈ ഒരു പണി ചെയ്ത ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പ് ഒരാളും ഈ നീച പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്. ആ രൂപത്തിലുള്ള മോശപ്പെട്ട പണി ചെയ്തു, പ്രവൃത്തി ചെയ്തു. അള്ളാഹു അവരോ വിലക്കിയത് വളരെ ഗൗരവത്തോടെ ചോദിച്ചു ലൂത്ത് അലൈഹിസ്സലാം അവരോട്, അതഅതൂന ദുക്റാന മിനൽ ആലമീൻ വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങൾ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് വിഹിതമായി, റബ്ബ് നിങ്ങൾക്ക് ഇണകളായി സൃഷ്ടിച്ചു തന്നിട്ടുള്ള സ്ത്രീജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുന്നുവോ? എത്ര നീചമായ പ്രവൃത്തിയാണ് നിങ്ങളാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ സമൂഹം അത് ചെവിക്കൊണ്ടില്ല. നമുക്കറിയാം, ആ സമൂഹം കീഴ്മേൽ മറിക്കപ്പെട്ടു, തകർത്ത് നശിപ്പിക്കപ്പെട്ടു. ശക്തമായ നിലക്കുള്ള മഴ, കല്ല് മഴ, വിഷമഴ അവരിൽ പെയ്തു. ഇന്നും ആ പ്രദേശം അറബികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതൊക്കെ കേട്ടുകേൾവിയാണല്ലോ. ഇത് അവർ കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്കൊക്കെ കടന്നു പോകുന്ന റൂട്ടിലാണ് ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം നശിപ്പിച്ചിട്ടുള്ള, ഇന്നും ഡെഡ് സീ എന്നറിയപ്പെടുന്ന, ചാവുക്കടൽ എന്നറിയപ്പെടുന്ന ആ പ്രദേശം. അള്ളാഹു അവരോട് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. وَلَقَدْ أَتَوْا عَلَى الْقَرْيَةِ الَّتِي أُمْطِرَتْ مَطَرَ السَّوْءِ أَفَلَمْ يَكُونُوا يَرَوْنَهَا بَلْ كَانُوا لَا يَرْجُونَ نُشُورًا وَلَقَدْ أَتَوْا, തീർച്ചയായും അവർ ചെന്നിട്ടുണ്ടല്ലോ. അല്ലാഹു പറയാണ്, തീർച്ചയായും അവർ ചെന്നിട്ടുണ്ടല്ലോ. അത്തൗ എന്ന് പറഞ്ഞാൽ വന്നു, ചെന്നു എന്നൊക്കെയാണ് അർത്ഥം. ആ അവിശ്വാസികൾ വന്നിട്ടുണ്ടല്ലോ. ഏതിലൂടെ? അലൽ ഖറിയ, ഒരു നാട്ടിലൂടെ. ഏതാണ് ആ രാജ്യം? ഖറിയത്ത്, ഗ്രാമം. ഏതാണ് ആ രാജ്യം? അല്ലത്തി ഉംതിറത്ത്, മഴ വർഷിപ്പിക്കപ്പെട്ട നാട്. ഉംതിറത്ത്, മഴ വർഷിപ്പിക്കപ്പെട്ട. അംതറ, മഴ വർഷിപ്പിക്കപ്പെട്ടു. ഉംതിറത്ത്, എങ്ങനത്തെ മഴയാണ് ആ നാട്ടിൽ പെയ്തത്? നല്ല മഴയല്ല, റഹ്മത്തിന്റെ മഴയല്ല അവർക്ക് കിട്ടിയത്. മതറ സൗഇ,
ആ ചീത്ത മഴ വർഷിപ്പിക്കപ്പെട്ട നാട്ടിലൂടെ അവരും കടന്നു പോകാറില്ലേ? ചീത്ത മഴ എന്ന് പറഞ്ഞാൽ കല്ല് മഴ, ഹിജാറത്താണ്, ഹിജാറത്തിന്റെ മഴയാണ്. അംതർനാ അലൈഹിം ഹിജാറത്തം മിനസ്സമാ, അല്ലേ? അവർക്ക് ആകാശ ലോകത്ത് നിന്ന് കല്ല് മഴയാണ് അവർക്ക് പെയ്തത് അവരിലേക്ക്. ആ നിലക്ക് മഴ രണ്ട് വിധത്തിലുണ്ടല്ലോ. ഒന്ന് റഹ്മത്തിന്റെ മഴയുണ്ട്, അതിലൂടെ മനുഷ്യന് കുടിക്കാനും കുളിക്കാനും വെള്ളവും നനയ്ക്കാനും കസലുദാദികൾ ഉൽപ്പാദിപ്പിക്കാനും മനുഷ്യന് ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന മഴയുണ്ട്. അത് റഹ്മത്തിന്റെ മഴയാണ്. ഇവർക്ക് കിട്ടിയത് ഏറ്റവും വലിയ ശിക്ഷയുടെ മഴയായിരുന്നു. ആ ശിക്ഷയുടെ മഴ വർഷിപ്പിക്കപ്പെട്ട പ്രദേശത്തുകൂടെ അവരും കടന്നു പോകാറില്ലേ? എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, അഫലം യകൂനു യറൗനഹാ, അപ്പോൾ അവരത് കണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞാൽ എന്താ? അവരത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തേ പാഠം പഠിക്കാത്തത്? കാണാഞ്ഞിട്ടല്ല, പിന്നെന്താ അവരുടെ പ്രശ്നം? ബൽ കാനൂ ലാ യർജൂന നുശൂറാ, ബൽ പക്ഷേ കാനൂ അവരാകുന്നു ലാ യർജൂന നുശൂറാ, പുനരുത്ഥാനത്തെ ഒരിക്കലും ഭയപ്പെടാത്ത ടീമായിരുന്നു അവര്. അതാ ഇതിൻ്റെയൊക്കെ പ്രശ്നം. അവരത് കാണായിട്ടോ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇങ്ങനെ ഒരു സമൂഹം തകർത്തെറിയപ്പെട്ടിട്ടുണ്ടെന്നും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നൊന്നും ഇവർ മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണ്? ലാ യർജൂന നുശൂറ. നുശൂർ എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള ഒരുമിച്ച് കൂട്ടലാണ്. പരലോകത്തേക്കുള്ള ഒരുമിച്ച് കൂട്ടലും പുനരുത്ഥാനത്തിനും ഒക്കെയാണ് നുശൂർ എന്ന് പറയാ. ആ നുശൂറിനെ അവരൊരിക്കലും എന്തിയിട്ടില്ല, പ്രതീക്ഷിക്കുന്നില്ല. നുശൂറിനെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു പേടിയില്ല. പരലോകം ഉണ്ട് എന്നൊക്കെ ചിലരൊക്കെ നാവുകൊണ്ടൊക്കെ പറയും എന്നുള്ളതല്ലാതെ അതൊരു ഗൗരവത്തിൽ അത് അവർ വിശ്വസിച്ചിട്ടില്ല. എങ്കിലല്ലേ അത് അവിടെ പരലോകത്തെത്തിയാൽ നമുക്ക് ശിക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള ബോധം. ഇന്നുമില്ലേ ധാരാളം ആളുകൾ അങ്ങനെ പരലോകം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ നാവുകൊണ്ട് പരലോകം ഉണ്ട് എന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയി മറുപടി പറയേണ്ടി വരുമെന്ന നിലക്ക് വളരെ കൃത്യമായി ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ എത്ര പേരാണുള്ളത്? അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു ഈ സമൂഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടൊന്നുമല്ല. ബൽ പക്ഷേ എന്താ അവരുടെ പ്രശ്നം? കാനൂ ലാ യർജൂന നുശൂറാ, അവര് പുനരുത്ഥാനത്തെ പ്രതീക്ഷിക്കാതായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ അവരുടെ യാത്രാവേളയിൽ കണ്ടിട്ടും മനസ്സിലായിട്ടുമൊക്കെ അവർ ചിന്തിച്ച് പാഠം പഠിക്കാതിരുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, ആ സമൂഹത്തിനുണ്ടായിരുന്ന ഏറ്റവും നീചമായ നികൃഷ്ടമായ ഈ പ്രവൃത്തി പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക, പുരുഷവേശ്യകൾ, പുരുഷനും തമ്മിൽ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ഏറ്റവും മ്ലേച്ഛമായ ഏർപ്പാട് ഗുദരതി, അഥവാ ഒരു പുരുഷന്റെ ഗുദത്തിലൂടെ അവൻ തൻ്റെതായ ഈ കാമനിവൃത്തി വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ വൃത്തികെട്ട സമ്പ്രദായം. അല്ലാഹു അത്ര വൃത്തികെട്ട മ്ലേച്ഛമായ സമ്പ്രദായമായതുകൊണ്ട് തന്നെയാണ് എത്ര ഗൗരവത്തോടുകൂടെയുള്ള ഗുരുതരമായ ഭവിഷ്യത്താണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വളരെ ഗൗരവത്തോടെ. ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? അടിയോടങ്ങോട്ട് പറിച്ചു എന്നാണ്. അവരുടെ വീടുകളും പ്രദേശമൊക്കെ ഒന്നാകെ മേലോട്ടാണ് പൊക്കിയിട്ട് താഴേക്ക് ഒറ്റ അടിയാണ്. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ശക്തമായ കല്ല് മഴയും, ചൂളം വെക്കപ്പെട്ട നിലക്കുള്ള കല്ല് മഴയും. അത്ര ആകെ തകർത്ത് തരിപ്പണമായി, ആകെ മാറിപ്പോയി ആ പ്രദേശം. എല്ലാവർക്കും ഒരു ഗുണപാഠം എന്ന നിലക്ക്. സഹോദരങ്ങളെ, സ്വവർഗരതി എന്ന് പറയുന്ന മഹാവൃത്തികെട്ട ആ സമ്പ്രദായം ഇസ്ലാമികമായി അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള രണ്ട് പുരുഷന്മാർ അങ്ങനെ ആ നിലക്ക് വൃത്തിയിൽ, ആ മോശപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമനുസരിച്ചിടത്തോളം 2 പേരെയും കൊന്നുകളയണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. 2 പേരെയും കൊന്നുകളയണം എന്നുള്ളതാണ്. ചിലരൊക്കെ ഉയരമുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയിട്ട് താഴോട്ട് എറിയുകയും എന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്നുവരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്ര വൃത്തിഹീനമായ വൃത്തികെട്ട ഒരു സമ്പ്രദായമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. കൊന്നുകളയണമെന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. നിർബാധം ഇന്നും അത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലുകളിൽ, അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും
ആണും ആണും തമ്മിലുള്ള, പെണ്ണും പെണ്ണും തമ്മിലുള്ള ഈ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള സ്വവർഗരതികൾ. പലപ്പോഴും ഒരു പുരുഷന്റെ കൂടെ ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ ആരാണിവൾ എന്നുള്ള ചോദ്യത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് പലർക്കും പരസ്യമായി വ്യഭിചാരത്തെ പലർക്കും രഹസ്യമാക്കേണ്ടി വരാറുണ്ട്. ഒപ്പം ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാൻ കഴിയൂല, ആരാ ഇതെന്ന് ചോദ്യമുണ്ടായേക്കും. എന്നാൽ ഒപ്പം ഒരു പുരുഷനെ കൊണ്ട് നടക്കുമ്പോൾ ആരും സംശയിക്കൂലല്ലോ. അതുകൊണ്ട് ഇതിന് ധാരാളം പ്രചാരം സമൂഹത്തിലുണ്ട്. അങ്ങനെ വൃത്തികെട്ട ഈ ഒരു പ്രവർത്തനം ചെയ്യുവാനുള്ള പ്രോത്സാഹനങ്ങളാണ് ഇന്ന് ലൈവായി പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രദർശനങ്ങളിൽ വരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വൃത്തികെട്ട ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരേക്കും ഗുണപാഠമെന്ന നിലക്ക് ഇങ്ങനെ ഒരു നാടിനെ തകർത്ത് നശിപ്പിച്ചിട്ടും ഗുണപാഠം പഠിക്കാതെ എന്തേ ആളുകൾ ഇപ്പോഴും ഈ നീചവൃത്തിയിൽ പലയിടത്തും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ? ആ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞ കാരണം തന്നെയാണ് നമ്മളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൽ കാനൂ ലാ യർജൂന നുശൂറാ. മരണാനന്തരം റബ്ബിന്റെ കോടതിയിൽ പരലോകത്തുള്ള പുനരുത്ഥാനവും അവിടെയുള്ള ഹിസാബും അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ഒരു ബോധവും ചിന്തയും ഇല്ല. അത് അടിയുറച്ച് വിശ്വസിക്കുന്നില്ല. എത്രയാളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്വന്തം ഇണയോട് താല്പര്യമുണ്ടാവുകയില്ല, സ്ത്രീകളോട് താല്പര്യമുണ്ടാവുകയില്ല, ഇത്തരത്തിലുള്ള കുട്ടികളോട്, ആ രൂപത്തിലുള്ള ബാലന്മാരോട് ഒക്കെയായിരിക്കും താല്പര്യം. അതൊരു ലൈംഗിക വൈകൃതമാണ്, അതൊരു മനോരോഗമാണ്. ഇസ്ലാം കഠിനമായി വെറുത്തിട്ടുള്ള കാര്യമാണ്, വളരെ ഗുരുതരമാണത്. അത്തരം പാപങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുകയും ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീചവൃത്തിയിലേക്ക് പോവുകയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് തൗബ ചെയ്യേണ്ടതാണ്. വളരെ ഗുരുതരമായ പാപമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി സാന്ദർഭികമായി നമ്മൾ ഈ വേളയിൽ ഓർക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ വചനങ്ങളിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്, ഒരു ലൈംഗിക വൈകൃതം കാരണത്താൽ ഒരു നാടൊട്ടാകെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ലൈംഗികമായ പല വൈകൃതങ്ങളും ഉണ്ട്. തൻ്റെ വിഹിതമായ തൻ്റെ ഭാര്യയുടെ അടുക്കൽ പോലും അവൾ ഋതുമതിയാണെങ്കിൽ ഋതുമതിയായിരിക്കെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളതല്ല, ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെ തന്നെ സ്വന്തം ഇണയായ ഭാര്യയുടെ ആണെങ്കിൽ പോലും ഗുദമൈഥുനം ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു കഠിനമായ പാപമായിട്ടാണ് അവയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. ഋതുമതിയായാലും തൻ്റെ ഇണയുമായി ലൈംഗിക വീഴ്ചയിൽ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. അതുപോലെ തന്നെ ഗുദമൈഥുനം നടത്തുന്ന, ആ രൂപത്തിലുള്ള ഗുദരതി നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. എല്ലാം നിസ്സാരമായി കാണുകയാണ് ആളുകൾ. വളരെ ഗുരുതരമാണ്, വമ്പിച്ച പാപമാണ്, വിട്ടുനിൽക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടരുത് എന്നുകൂടി സാന്ദർഭികമായി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള സർവ തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവ്വരാജ്യങ്ങളിലും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.